ഇക്കഴിഞ്ഞ ഡിസംബർ 12 തീയതിയാണ് ബംഗ്ലാദേശിലെ യുവജന വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഖേദി വെടിവെച്ച് കൊല്ലപ്പെട്ടത്. ആ വാർത്തയെ തുടർന്ന് സ്വാഭാവികമായിട്ടും അവിടെ വലിയ സംഘർഷമുണ്ട്, പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളുണ്ട്. അപ്പോൾ ഉസ്മാൻ ഖേദി ഇന്ത്യ വിരുദ്ധനായ ഒരു നേതാവാണ്. ഇപ്പോൾ 4 മാസം മുമ്പ് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ നാട്ടിൽ നിന്ന് ഓടിച്ച ജനകീയ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം അന്നത്തേക്കാളധികം ഹസീന അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്രാധാന്യത്തിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഡാക്ക 8 എന്നുള്ള വാർഡിൽ നിന്ന് ഉസ്മാൻ ഖേദി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല, അദ്ദേഹം തന്നെ രൂപം കൊടുത്ത ഇൻഖിലാബ് മഞ്ച് എന്ന് പേരായ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇന്ത്യക്കെതിരായിട്ട് അവിടെ പല തരത്തിലുള്ള ആശയപ്രചാരണങ്ങളുണ്ട്. അതിലൊരാളാണ് ഉസ്മാൻ ഖേദി. അപ്പോൾ പൊതുവേ അവിടെ മിക്ക ആളുകളും ഇന്ത്യക്കെതിരാണ്. അത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നേതൃത്വം കൊടുക്കുന്ന അവാമി ലീഗിൻ്റെ അവിടുത്തെ വിമോചന പ്രസ്ഥാനം വിജയിച്ച കാലത്ത് തന്നെ പാകിസ്ഥാൻ ദുർബലപ്പെടണം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ കളിച്ചൊരു കളിയാണ് എന്നത് അന്ന് തന്നെ ഒരു ആരോപണം. 71 കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു ഏജൻ്റാണ് മുജീബുർ റഹ്മാൻ എന്ന തരത്തിൽ അത് ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാൻ വേറിട്ട് പോകാൻ വേണ്ടി പാകിസ്ഥാനെ, അതായത് മുസ്ലിങ്ങളെ, ഒരു മുസ്ലിം രാഷ്ട്രത്തെ, ഇസ്ലാമിക രാഷ്ട്രത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ കളിച്ച കളിയാണ് എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അന്ന് 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, അവിടുന്ന് ധാരാളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അഭയാർത്ഥി പ്രവാഹം ഞാനൊക്കെ അന്ന്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, BA പഠിക്കുകയാണ്. അപ്പോൾ അന്ന് ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയാത്തത്ര അഭയാർത്ഥികൾ. അന്ന് റെഫ്യൂജി റിലീഫ് എന്ന് പറഞ്ഞൊരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. പുതുതായിട്ട് സ്റ്റാമ്പ് വന്നു, 5 പൈസയുടെ സ്റ്റാമ്പ് വന്നു. അപ്പോൾ പിന്നെ ഇന്ത്യൻ സൈന്യമാണ് ആ സമരത്തെ സഹായിച്ചത്. യുദ്ധമായി കഴിഞ്ഞു, പിന്നെ സമരം എന്ന് പറയുന്ന കഥയില്ല. കാരണം എന്താ ഉണ്ടായത്, അവിടെ നേരത്തെ തുടങ്ങുന്നത് 1952 എൻ്റെ ഓർമ്മ, രാജ്യം രൂപീകരിച്ച് 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭാഷയുടെ പേരിലാണ് സമരം ഉണ്ടാകുന്നത്. 47 പാകിസ്ഥാൻ്റെ പിറവി പ്രഖ്യാപനം ചെയ്തുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന നടത്തിയ പ്രഭാഷണം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. അദ്ദേഹം ഗുജറാത്തിയാണ്. ഗുജറാത്തി അങ്ങനെ അദ്ദേഹത്തിന് പരിചയമില്ല. കാരണം 15-ാമത്തെ വയസ്സുകൊണ്ട് ലണ്ടനിൽ പഠിക്കുന്ന ആളാണ് ജിന്ന. പിന്നെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക ഭാഷ എന്ന് പറയുന്നത് ഉറുദുവിനോടും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. അതിൻ്റെ ഉറുദു പരിഭാഷ വേറൊരാൾ വായിക്കാനുണ്ടായത്. ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ്റെ രാഷ്ട്രഭാഷ ഉറുദു ആയിരിക്കുന്നു. അപ്പോൾ ഇത് കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സംസാരിക്കുന്ന ബംഗാളികൾക്ക് അന്നേ രുചിച്ചിട്ടില്ല. 1952 ഫെബ്രുവരി 21 ആയിരിക്കണം ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് സമരത്തിന് ഇറങ്ങുന്നത്. അവരുടെ ആവശ്യം, ഞങ്ങളെ ഉറുദുവിൽ ഭരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ബംഗാളികളാണ്. അവർ പറയുന്നത് ബംഗ്ല എന്നാണ് ആ ഭാഷയ്ക്ക് അവർ പേര് പറയുക, ബംഗാളി. നമ്മൾ മലയാളത്തിൽ, പഴയ മലയാളത്തിലൊക്കെ വംഗഭാഷ എന്ന് പറയും, അതിലേ ഞങ്ങളെ ഭരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സമരം ഒരു സംഘർഷഭരിതമായപ്പോൾ വെടിവെപ്പിൽ 7 വിദ്യാർത്ഥികൾ മരിച്ചു. ആ സമരത്തിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ, കർഷകന്മാർ, വ്യവസായികൾ എല്ലാവരും പിന്തുണ കൊടുത്തു. എന്താണെന്ന് വിചാരിച്ചാൽ ആ സമരത്തോടു കൂടിയാണ് മുജീബുർ റഹ്മാൻ നേതൃത്വത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അവാമി ലീഗ്. കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയം മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് മാറി ജനാധിപത്യ മതേതര സങ്കല്പത്തിലേക്ക് വഴിതിരിയുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ആ തൊട്ടടുത്തുള്ളൊരു ജനാധിപത്യ സമരം എന്നുള്ള നിലയ്ക്ക് അതിന് പിന്തുണ കൊടുത്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പാകിസ്ഥാൻ അത് അടിച്ചമർക്കാൻ വേണ്ടി സൈന്യത്തെ ഇറക്കി. സൈന്യം മാത്രമല്ല, അന്നേ വാർത്തകൾ വന്നിരുന്നു, ഇത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൂടെ നിന്ന ഒരു കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവിടെ അന്നേ, കിഴക്കൻ പാകിസ്ഥാനിലും പടിഞ്ഞാറൻ പാകിസ്ഥാനിലുമൊക്കെ അവർ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലാണെങ്കിൽ 1977 വരെ, സ്വാതന്ത്ര്യം കിട്ടി 30 കൊല്ലം,
അവർ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യുന്നത് ഹറാമാണ്. സാധാരണ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് ഒഴിവാക്കണം. ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കരുത്. ഗവൺമെൻറ് ജോലികൾ സ്വീകരിക്കരുത്. കോടതിയിൽ പോകരുത് തുടങ്ങിയുള്ള എന്നുവെച്ചാൽ അവരുടെ താത്വികാചാര്യൻ അബുൽ മൗദൂദി പറഞ്ഞതെന്താണ്? ഇതൊക്കെ പൈശാചിക ഭരണകൂടം എന്നാണ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് താകൂത്തി എന്നാണ്. താകൂത്തി ഇപ്പം താകൂത്താണ്, പൈശാചികമാണ്. എന്ത് വേണം? ദൈവത്തിൻ്റെ ഭരണം വരണം. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ഹുക്കുമത്തെ ഇലാഹി എന്ന്. ആ ഉറുദു വാക്കിനർത്ഥം ദൈവിക ഭരണം, ദൈവത്തിൻ്റെ ഭരണം. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാത്ത ജനാധിപത്യത്തിനോ മതേതരത്വത്തിനോ ദേശീയതയ്ക്കോ നിങ്ങൾ വഴങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടെ നിന്നു. ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഡാക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അന്ന് അവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിനെതിരായിട്ട്, വിമോചന സമരത്തിനെതിരായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടെ നിന്നു. അനവധി അക്രമങ്ങളിൽ അവരുടെ നേതാക്കന്മാരും അനുയായികളും പിടിക്കപ്പെടുകയൊക്കെ ചെയ്തു. വലിയ അക്രമമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾ മരിച്ചു. വലിയ കഷ്ടമാണ്. എന്താ വെച്ചാൽ 1946 ആഗസ്റ്റ് 16 ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ള ആഹ്വാനത്തെ തുടർന്ന് ആരംഭിച്ച ഇന്ത്യയിലെ വിഭജനത്തിന് വേണ്ടിയുള്ള കലാപത്തിൽ ലക്ഷക്കണക്കിന് ആൾ മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ലക്ഷക്കണക്കിന് ആൾ മരിക്കുകയാണ് ഇവിടെ കിഴക്കൻ പാകിസ്ഥാൻ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ജിന്ന പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ പാകിസ്ഥാൻ വേണമെന്ന്. 47 കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് 70-71 കാലത്ത് ഈ കലാപം നടക്കുകയാണ്. അത് കഴിഞ്ഞു, അത് വിജയിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. അവർ വളരെ ധീരമായൊരു നിലപാടെടുത്തു. അന്ന് ഇന്ത്യയിൽ പൊതുവെ ആ നിലപാടിന് അനുകൂലമായിരുന്നു. ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും അതിനെ അനുകൂലിച്ചു. ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക രാഷ്ട്രവാദികൾ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരായിരുന്നു. കാരണം പാകിസ്ഥാൻ ഉണ്ടാവുക, അപ്പോൾ ഇവരുടെ ഭാഷയുടെ പ്രശ്നമോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മതത്തെക്കാൾ എത്രയോ വലുതാണ് ഭാഷ. ഇപ്പോൾ ബംഗ്ലാദേശിലെ ആളുകൾ മുസ്ലിങ്ങളല്ലാതായിട്ടല്ല അവർ ഞങ്ങളുടെ രാഷ്ട്രം വേറെയാണെന്ന് വിചാരിച്ചത്. എന്തുകൊണ്ടാണ്? ഒരു അന്യം എന്ന് അവർ വിചാരിക്കുന്ന ഒരു ഭാഷയിൽ അവർ ഭരിക്കാൻ പറ്റില്ല. നമ്മൾ ഭരിച്ചിരുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷുകാരുടെ കാലത്ത് പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം മുഴുവൻ തദ്ദേശ ഭാഷയിലായിരുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ, ഇപ്പോൾ മലബാറിലാണല്ലോ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നത്. തഹസിൽദാരുടെ താഴോട്ടുള്ള ഭരണം മുഴുവൻ മലയാളത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ജില്ലയായിരുന്ന മലബാർ ജില്ല ഭരിക്കാൻ വരുന്ന സായിപ്പന്മാർക്കുണ്ടായിരുന്ന ഒരു യോഗ്യത അവർക്ക് മലയാളം അറിയാം എന്നുള്ളതാണ്. ഇപ്പോൾ മലബാറിലെ ഏറ്റവും പ്രസിദ്ധനായ കലക്ടർ വില്യം ലോഗൻ, അദ്ദേഹത്തിന് അസലായിട്ട് മലയാളം അറിയാം. ഇപ്പോൾ അവിടെ ഓഫീസിൽ ഒരിക്കൽ മലബാർ കളക്ടർ ചാർജ് നോക്കിയിരുന്ന ആളാണ് ഡ്യൂമർഗ്. അദ്ദേഹം മദിരാശി ഗവൺമെൻറ്റിൻ്റെ പരിഭാഷക്കാരനായിരുന്നു. ഡ്യൂമർഗാണ് നമ്മുടെ ഇന്ദുലേഖ, ചന്ദുമേൻ്റെ സുഹൃത്താണ് ഡ്യൂമർഗ്. അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എപ്പോഴാണെന്നറിയാം? 1889 ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത്. അടുത്ത കൊല്ലം 1890 ഇന്ദുലേഖ എന്ന പേരിൽ തന്നെ ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ഈ സായിപ്പ്. അപ്പം തഹസിൽദാറിൻ്റെ താഴോട്ടുള്ള ഭരണം മലയാളത്തിലായിരുന്നു. അത് തദ്ദേശ സ്ഥാപനങ്ങളിൽ, അതായത് അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ തഹസിൽദാറിൻ്റെ താഴോട്ടുള്ള ഭരണം മുഴുവൻ, ഇപ്പോൾ അതിൻ്റെ താഴെ അധികാരിയുണ്ട്. ഒരു ഉദാഹരണം പറയാം, അവരോടുള്ള ആശയവിനിമയം മുഴുവൻ മലയാളത്തിലാണ്. മറ്റു നാടുകളിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന അവിടുത്തെ ഭാഷയാണ്. അപ്പോൾ അത്രയധികം നാട്ടുഭാഷയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വലിയ പ്രാധാന്യം ഇംഗ്ലീഷുകാർ കൊടുത്തിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട, ആ കാലം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഭാഷയുടെ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി യുദ്ധം ജയിച്ചു. ആലോചിച്ച് നോക്കൂ, അന്ന് ഇന്ദിരാഗാന്ധി ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാഷ്ട്രത്തെ ഇന്ത്യയോട് ചേർത്തിരുന്നെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ കിഴക്കൻ ബംഗാൾ എന്നൊരു സംസ്ഥാനമാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ് മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ യുദ്ധത്തിന് വരില്ല. കാരണം പാകിസ്ഥാൻ്റെ സേന പരിപൂർണമായി യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടാവുന്നത്. ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തിട്ടില്ല. അവരുടെ ജനാധിപത്യ ബോധ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെയൊക്കെയല്ലേ ഇപ്പം USSRൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അമേരിക്ക അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ത്യ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. 75 ആവുമ്പോഴേക്ക് ഇന്ദിരാഗാന്ധി ഈ അളവിലുള്ള ജനാധിപത്യ ബോധം വിട്ടിട്ട് അടിയന്തരാവസ്ഥ ഉണ്ടാക്കി എന്നുള്ളത് മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് സംഭവിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ പല കേസുകളിലും പ്രതികളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നത നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും ചില അണികളൊക്കെ. അപ്പോൾ അതിൽ പലപ്പോഴും അതിൽ പ്രധാനപ്പെട്ട ചില ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ തൂക്കിക്കൊല്ലുമ്പോൾ, കോടതി നടപടി കഴിഞ്ഞിട്ട് തൂക്കി കൊല്ലുമ്പോൾ ഹസീന ആണ് പ്രധാനമന്ത്രി. ഇപ്പോൾ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് അവരാണ് അവിടെ ഭരിക്കുന്നത്, അവരുടെ തുടർ ഭരണമാണ്. അപ്പോൾ അവരുടെ എതിരാളികൾക്ക് മുഴുവൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിയാവുർ റഹ്മാൻ്റെ ഭാര്യ ഖാലിദ, അവിടെ പ്രസിഡൻ്റായിരുന്ന സിയാവുർ റഹ്മാൻ്റെ ഭാര്യ ഖാലിദ, അവർക്കൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി. അത് ഈ മുജീബുർ റഹ്മാനോടും ഹസീനോടൊക്കെയുള്ള വിരോധം കൊണ്ടാണ്. അപ്പോൾ എന്താണ് മുജീബുർ റഹ്മാൻ്റെ പ്രശ്നം? മുജീബുർ റഹ്മാൻ ഇന്ത്യയുടെ ഒരു അടിമയാണെന്നാണ് അവർ പറയുക. കാരണം അദ്ദേഹം മതേതരത്വം പറയുന്നു എന്നതാണ്, ജനാധിപത്യം പറയുന്നു. അപ്പോൾ ഞാൻ നല്ല ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധിയെ കാണുമ്പോൾ, അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ മോചനം കഴിഞ്ഞ് കാണുമ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ സമീപിക്കുന്നത് ടാഗോറിൻ്റെ ഒരു ബംഗാളി കവിത ഉദ്ധരിച്ചുകൊണ്ടാണ്. ആ കവിതയുടെ അർത്ഥം എങ്ങനെയായിരുന്നു? തന്നതൊക്കെ തിരിച്ചു തരാൻ ഞങ്ങൾ ഇനി എത്ര ജന്മം ജനിക്കണം, അത്രയധികം. അതായത് നേരെ പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അനുജൻ എന്ന മട്ടിലായിരുന്നു അന്ന്. വലിയ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയുടെ നാനാഭാഗത്തും ആ കാലത്തൊക്കെ ഉണ്ടായ കുട്ടികൾക്ക് മുജീബുർ റഹ്മാൻ എന്ന് പേരിടും. മുജീബ് എന്നുള്ള പേര് പ്രസിദ്ധമാകുന്ന അങ്ങനെയാണ്. അപ്പോൾ മുജീബ് എന്ന് മാത്രമല്ല, മുജീബുർ റഹ്മാൻ തന്നെ. പിന്നെയാണ് അവിടെ കലാപകാരികൾ അദ്ദേഹത്തെയും കുടുംബത്തെയും കൊന്നുകളയുന്നത്. അങ്ങനെയാണ് ആ പാരമ്പര്യം അവസാനിക്കുന്നത്. അന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെട്ട ഒരു കുട്ടിയാണ് ഹസീന. അവർ പിന്നെ അധികാരത്തിൽ വന്നു. അപ്പോൾ അവരുടെ 15 കൊല്ലത്തെ ഭരണത്തിൽ ഏകാധിപത്യ പ്രവണതകളുണ്ടെന്ന് പരാതിയുണ്ട്. അവർ പലതരത്തിലുള്ള സ്വേച്ഛാധിപത്യം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പല പരാതികൾ അവിടുത്തെ മാധ്യമങ്ങൾക്കും പൗരാഷ്ട്ര പ്രവർത്തകർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാണ്, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയതൊക്കെ പലപ്പോഴും മറന്നുപോകും. അങ്ങനെ നമ്മൾ ഓർക്കേണ്ട ഒരു വാക്യം ആക്ടൺ എന്നൊരു സായിപ്പ് പറഞ്ഞിട്ടുണ്ട്. ആക്ടൺ എന്ന് പറയുന്ന ആരാണ്? ബ്രിട്ടനിലെ ഒരു ചിന്തകനും എഴുത്തുകാരനാണ്. അദ്ദേഹം 1902 മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെയാണ് ആ വാക്യം. അദ്ദേഹം പറഞ്ഞത്, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു. അതൊക്കെ ഹസീനയ്ക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയാൻ നമ്മുടെ കയ്യിൽ വിവരങ്ങളില്ല. കാരണം പല മാധ്യമങ്ങളിലൊക്കെ വരുന്ന പല തരത്തിലുള്ള നിറം പിടിപ്പിച്ച കാര്യങ്ങളാണ്. പിന്നെ ജനങ്ങൾ ഇളകി എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അവർ ജനരോഷം അവരുടെ നേരെ ഉയർന്നു എന്നുള്ളത് സത്യമാണ്. അപ്പം ഇനി അവിടെ ഉണ്ടായത് എന്തൊക്കെയാണ്? ഇത് ജനാധിപത്യത്തിലേക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ കാര്യം എനിക്കതിൽ വളരെ സംശയമുണ്ട്. എന്താ കാരണം? ഇതിൻ്റെ മുൻനിരയിലുള്ള ഒരു കക്ഷി ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർക്ക് ജനാധിപത്യത്തിലോ മതേതരത്വത്തിലോ ദേശീയതയിലോ വിശ്വാസമില്ല. ഈ 3 ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങളിലാണ് ഇന്നത്തെ ലോകത്തെവിടെയുള്ള മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യൻ്റെ പൗരാവകാശവും അവൻ്റെ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം ജമാഅത്ത് ഇസ്ലാമിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതുപോലെ പലതും, അതായത് ആധുനിക കാലത്തെ പൗരാവകാശങ്ങൾ ആവശ്യപ്പെടുന്ന പല തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, നിയമവ്യാഖ്യാനങ്ങൾ ഒന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ അംഗീകരിക്കില്ല. അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല. ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിലിരുന്നതാകെ ഒരു ഭരണാധികാരിയുടെ കൂടെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പേര് സിയാഉൽ ഹക്ക് എന്നാണ്. സൈനികാധിപനായിരുന്നു പാകിസ്ഥാൻ. 74 എന്നാണ് എൻ്റെ ഓർമ്മ. അവരാകെ ഒരു മന്ത്രിസഭയിൽ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം ഒരു മതമൗലികവാദിയായിരുന്നു സിയാഉൽ ഹക്ക്. അദ്ദേഹത്തിന് തുടക്കത്തിൽ അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചത്. അത് പരാതിയുള്ളത് അമേരിക്ക തന്നെയാണ് അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിടിവിട്ടുപോയി. അത് അമേരിക്കയുടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് പിടിവിടുമ്പോൾ അദ്ദേഹത്തെ കൊന്നു കളയുന്നു അമേരിക്കയാണ്. കാരണം അമേരിക്കയ്ക്ക് നിലപാടുകളില്ല, താല്പര്യങ്ങളുള്ളൂ. അവരുടെ താല്പര്യത്തിന് എതിരാകുമ്പോൾ. അപ്പോൾ ഈ സിയാഉൽ ഹക്കിൻ്റെ കൂടെ കൂടിയിട്ട് അവിടുത്തെ ഭരണത്തെ മുഴുവൻ മതമൗലികവാദ ഭരണകൂടമാക്കിയിട്ട് മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളാക്കുന്ന തരത്തിൽ ആ രാഷ്ട്രത്തെ പിന്നോട്ട് കൊണ്ടുപോയതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പങ്കുണ്ട്. പിന്നെ ഒരിക്കലും അവർ അധികാരത്തിൽ വന്നിട്ടില്ല, ജനങ്ങൾ ഒരിക്കലും അവരുടെ കൂടെ നിന്നിട്ടില്ല. മൗദൂദി 47 അങ്ങോട്ട് കുടിയേറുകയാണ്. ജമാഅത്തിൻ്റെ സ്ഥാപകനെ പറ്റി ഞാൻ പറയുന്നത്. അദ്ദേഹം കുടിയേറി, അദ്ദേഹം 1979 മരിച്ചുപോയി.
ആ കാലം വരെ അവിടെ ഒരു ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു പാർട്ടി ആവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ സിയാവിലേക്ക് വന്നത് തിരഞ്ഞെടുപ്പിലൂടെ അല്ല. അതെന്താ ചെയ്തത്? അദ്ദേഹമാണ് ഒരു വിചാരണ നാടകം നടത്തിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോനെ അറസ്റ്റ് ചെയ്യുന്നു, തൂക്കിക്കൊള്ളുന്നൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബംഗ്ലീഷിൽ എന്താ നടക്കുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഇപ്പോൾ ഈ എല്ലാ ഭൂരിപക്ഷ ആളുകൾ യോജിക്കുന്ന ഒരു സാധനം ഇന്ത്യ വിരോധമാണ്. ഇന്ത്യ ഇപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് പറയാനുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഹിന്ദു രാഷ്ട്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ടേ തന്നെ ഇന്ത്യ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഹിന്ദു രാഷ്ട്രത്തിന് ആളല്ലോ, അന്നേ അവരെതിരാണ്. കാരണം അവിടുത്തെ മതമൗലികവാദികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് പിരിഞ്ഞു തന്നെ വേണ്ടാത്ത കാര്യമാണെന്ന് ആലോചിച്ചാൽ തമാശ ഒന്നും. കാരണം അതൊക്കെ കഴിഞ്ഞ് കൊല്ലത്രയായി. അപ്പോൾ ഈ 10-50 കൊല്ലം, അര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ തരത്തിൽ, കാരണം ഇതൊക്കെ സങ്കല്പത്തിലുള്ള, അവരെന്താ വെച്ചാൽ ഈ മതമൗലികവാദത്തിൻ്റെ ഒരു പരിപാടി ദേശീയതയെ അവർ അംഗീകരിക്കില്ല. അതാണ് ഒരു കാര്യം. അവർക്കെന്താ വേണ്ടത്? മുസ്ലിം മതമൗലികവാദത്തിൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ഈ ദേശീയതയ്ക്കൊന്നൊരു അർത്ഥമില്ല. എന്താ ദേശീയത എന്ന് പറയുന്നത്? ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അത് ഒറ്റയ്ക്കൊരു സാധനമാണ്. അതിൽ നിങ്ങൾ ഈ കടലിൻ്റെ അപ്പുറം ഇന്ന രാജ്യമാണ്, ഈ നദിയുടെ ഇക്കരെ ഇന്ന രാജ്യമാണ്, ഈ മലയുടെ അപ്പുറം ഇന്ന രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഭൂമി വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഇത് ഇന്ത്യയാണ്, ഇത് നേപ്പാളാണ്, ഇത് മ്യാൻമറാണ്, ഇത് ശ്രീലങ്കയാണ്, ഇത് അമേരിക്കയാണ്. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അങ്ങനെയല്ല. എന്താ വേണ്ടത്? ഏത് രാഷ്ട്രത്തിലും ഉള്ള മുസ്ലിം ഒരു രാഷ്ട്രത്തിലെ പൗരനാണെന്ന്. എന്ന് വെച്ചാൽ അമേരിക്കയിലെ മുസ്ലിമും ബ്രിട്ടനിലെ മുസ്ലിമും ഇന്ത്യയിലെ മുസ്ലിമും പാകിസ്ഥാനിലെ മുസ്ലിമും ഒക്കെ ഒരു സങ്കല്പ രാഷ്ട്രത്തിൽ, അതേതാ ഇസ്ലാമിക രാഷ്ട്രം, അത് ഹുക്കുമത്തെ ഇലാഹി, ദൈവിക രാജ്യം, ആ ദൈവിക രാജ്യത്തിലെ പൗരന്മാരാണെന്നാണ്. അതിനെയാണ് ആഗോള മുസ്ലിം എന്നുള്ള ആശയം. അതിന് ഇംഗ്ലീഷിൽ പറയും പാൻ ഇസ്ലാമിസം. അപ്പോൾ അവർക്ക് ഈ ദേശീയത എന്നുള്ള സാധനം മനസ്സിലാവുകയില്ല. അപ്പോൾ ദേശീയതയ്ക്ക് വേണ്ടി അല്ല യുദ്ധം ചെയ്യേണ്ടത്, ദേശീയക്കെതിരായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്, നിലപാടെടുക്കേണ്ടത്, സമരം ചെയ്യേണ്ടതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഇപ്പോൾ അവിടെ എല്ലാവർക്കും അറിയുന്ന മാതിരി ഈ കലാപം കഴിഞ്ഞ ഉടനെ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അധികാരം നടത്തുന്നത്. അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് മതമൗലികവാദികളും പൗരോഹിത്യവുമാണ് എന്നാണ് വാർത്തകൾ. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാവ ഗവൺമെൻറ്റാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഈ ഇലക്ഷൻ നടക്കാതിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടതെന്നാണ് എൻ്റെ തോന്നൽ. അതിനിപ്പോൾ എനിക്ക് തെളിവൊന്നുമില്ല. കാരണം അവരുടെ രീതി അനുസരിച്ച് അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഈ കൊലപാതകം ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഉസ്മാൻ ഖേദിയുടെ കൊലപാതകം ഉണ്ടാക്കുന്ന ആദ്യത്തെ ഫലം എന്താണ്? കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് ഇലക്ഷൻ നടക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ സംഘർഷം ഉണ്ടെങ്കിൽ ഇലക്ഷൻ നീട്ടിവെക്കാൻ പറ്റും. സമയമായിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങൾ ശാന്തരായിട്ട് വേണം ഇലക്ഷൻ നടത്താൻ, വേണമല്ലോ. പിന്നെ ഈ കൊലപാതകം ഇതാര് നടത്തിയെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരു വാർത്തയിൽ വായിച്ചത് അത് നടത്തിയ ആൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. അയാളുടെ പേര് കരീം എന്നാണെന്ന് അതിൽ പറയുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഒരാളാണ് ചെയ്തത്. അദ്ദേഹം ഓട്ടോറിക്ഷയിൽ പോവുമായിരുന്നു ഉസ്മാൻ ഖേദി. പിറകുന്ന് ബൈക്കിൽ വന്ന 2 ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വെടിവെച്ചതെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ഒരു വാദമുള്ളത് ഇന്ത്യയാണിത് ചെയ്യിച്ചതെന്ന്, ഇന്ത്യക്ക്, കാരണം അത്ര ഇന്ത്യ വിരോധമുള്ള ആളാണ് ഉസ്മാൻ ഖേദി. വേറൊരു വാദമുള്ളത് പാകിസ്ഥാനാണ് ഇത് ചെയ്യിച്ചതെന്നാണ്. വേറെ ഒരു വാദമുള്ളത് ഈ മതമൗലികവാദികൾ തന്നെ എതിരാളികളുടെ തലയിലിടാൻ വേണ്ടി ചെയ്യിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് കഴിയുമ്പം പുറത്തു വരും. ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഇത് അറിയാൻ പറ്റില്ല. വളരെ കലുഷമായൊരു അന്തരീക്ഷമാണ്, വളരെ കഷ്ടമാണ് സ്ഥിതി. അതായത് ബംഗ്ലാദേശിലെ കർഷകർ, തൊഴിലാളികൾ, ദരിദ്രർ, അവിടുത്തെ പഠനം, അവിടുത്തെ കൃഷി, അവിടുത്തെ സാധാരണക്കാരുടെ സാധാരണ ജീവിതം, അത് എന്നും സംഘർഷഭരിതമാണ്, കലുഷമാണ്. മുജീബുർ റഹ്മാനെ കൊല്ലുന്നതോടുകൂടി തന്നെ ആ സംഗതി, സത്യം പറഞ്ഞാൽ അതിൻ്റെ പഴയ കാലത്തെ എനിക്ക് വളരെ സങ്കടമുള്ള കാര്യം എന്താ വെച്ചാൽ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും കിഴക്കൻ ബംഗാളും, അത് ഒരു കഷ്ണം കിഴക്കൻ പാകിസ്ഥാനായിട്ടും വേറൊരു കഷ്ണം പശ്ചിമ ബംഗാളായിട്ടും, ഒന്ന് ഇന്ത്യയിലും ഒന്ന് പാകിസ്ഥാനും എന്ന് പറയുന്നതിൻ്റെ വാസ്തവത്തിൽ അയുക്തിയാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു ആ പ്രകൃതിക്ക് ചേരാത്തതാണ്. അവരുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭക്ഷണം, സാഹിത്യം, സംസ്കാരം, പാരമ്പര്യം ഒക്കെ ഒന്നാണ്.
ഭാഷയാണല്ലോ തീരുമാനിക്കുന്നത്. മതത്തെക്കാൾ എത്രയോ വലിയൊരു സാധനമാണ് ഭാഷ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ നടത്തിയ സമരം. വിദ്യാർത്ഥികളത് തുടങ്ങിയത്. ഇപ്പോഴും വിദ്യാർത്ഥികളാണ് തുടങ്ങിയിട്ടോ. അതായത് ഹസീനയ്ക്കെതിരായിട്ടുള്ള കലാപം തുടങ്ങിയ വിദ്യാർത്ഥികളാണ്. മിക്ക നാടുകളിലും അങ്ങനെയാണ്. വിദ്യാർത്ഥികളാണ്, യുവജനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുക. അപ്പോൾ ഭാഷയുടെ പ്രാധാന്യം, അതുകൊണ്ടാണ് അവർ വെടികൊണ്ട് മരിച്ച ഫെബ്രുവരി 21 യുനെസ്കോ ലോകത്തെങ്ങും മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയാണ് എല്ലായിടത്തും മാതൃഭാഷാ ദിനം എന്ന് പറയുന്നത് ഈ കുട്ടികൾ 7 കുട്ടികൾ ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ വെടികൊണ്ട് മരിച്ച ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി കൃത്യമായി എന്തെങ്കിലും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. എങ്ങോട്ടത് തിരിയുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രങ്ങൾക്ക്, ഉദാഹരണമാണ് ചൈന, അമേരിക്ക, അവർക്കൊക്കെ പല നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ചൈന എപ്പോഴും പല തരത്തിൽ, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് പറയും. അത് ആ കൊടിയിൽ ചുവന്ന നിറമുണ്ട് എന്നോ അരിവാൾ ചുറ്റിക അതിൻ്റെ അടയാളമാണ് എന്നുള്ളതോ ഒക്കെ വെറുതെയാണ്. അതൊരു മുതലാളിത്ത രാഷ്ട്രമാണെന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. കാരണം അവിടെ സ്വകാര്യ സ്വത്ത് സമ്പാദനം, മൂലധന നിക്ഷേപം, അത്തരം കാര്യങ്ങളൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ് ഇപ്പോൾ പേടിക്കുന്നത് അവരുടെ സാമ്പത്തിക നില ഈ അളവിൽ ഉയർന്നുകൊണ്ടിരുന്നാൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാവുന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഉസ്മാൻ ഖേദിയുടെ കൊലപാതകം വന്നത്. അവിടെ മതമൗലികവാദം, മതരാഷ്ട്രവാദം പിടിമുറുക്കിയാൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ കഷ്ടപ്പാടായിരിക്കും. 2010 ടുണീഷ്യയിൽ ആരംഭിക്കുകയും ഈജിപ്ത്, ലിബിയ തുടങ്ങിയുള്ള നാടുകളിലേക്ക് പടരുകയും ചെയ്ത ഒരു ജനമുന്നേറ്റമുണ്ട്. അതിന് ചരിത്രം അതിനെ പറയുന്നത് മുല്ലപ്പൂ വിപ്ലവം എന്നാണ്, ജാസ്മിൻ റവല്യൂഷൻ, അല്ലെങ്കിൽ അറബ് വസന്തം എന്ന് പറയും. അത് മുഴുവൻ മതപുരോഹിതന്മാർ തട്ടിയെടുത്തു, മതമൗലികവാദികളുടെ കാര്യമായിട്ട് മാറി. അതിൻ്റെ ഫലമായിട്ടിപ്പോൾ 23 കൊല്ലം ടുണീഷ്യ ഭരിച്ചിരുന്ന സൈനുലാബ്ദീൻ അലിക്ക് ഭരണം നഷ്ടപ്പെട്ടു. 32 കൊല്ലം ഉണ്ടായിരുന്ന ഈജിപ്തിലുണ്ടായിരുന്ന ഹുസ്നി മുബാറക്കിന് അധികാരം പോയി. ലിബിയയിൽ 42 കൊല്ലമായി ലിബിയ ഭരിച്ചുകൊണ്ടിരുന്ന മുഅമ്മർ ഗദ്ദാഫിയെ കൊന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും അവിടെയൊന്നും ജനാധിപത്യം വന്നില്ല. എനിക്കങ്ങനെ പറയാൻ വളരെ സങ്കടമുണ്ട്. പാകിസ്ഥാനിലെ ജനാധിപത്യം എങ്ങനെയാണോ ദുർബലമായി പോയത്, അതെങ്ങനെയാണോ മതാധിപത്യത്തിന് കീഴടങ്ങിപ്പോയത്, ആ ഒരു തരത്തിലേക്ക്, അതിൻ്റെ ഹിംസയിലേക്കും അതിൻ്റെ വെറുപ്പിലേക്കും നീങ്ങുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഈ ഉസ്മാൻ ഖേദിയുടെ കൊലപാതകത്തിൻ്റെ പേരിൽ അവിടെ ആക്രമിക്കപ്പെടുന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ്, പ്രധാനമായും ഹിന്ദുക്കൾ. ഒരു ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് പച്ചയ്ക്ക് തീ കൊടുത്തത് വായിക്കാൻ വയ്യ. അടിച്ചും ചവിട്ടിയും അയാളെ ബോധം കെടുത്തിയിട്ട് ഒരു കാലിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് പച്ചയ്ക്ക് ജീവനോടെ തീ കൊടുത്തു. ഇങ്ങനെ അനവധി കാര്യങ്ങൾ. അപ്പോൾ അവിടെ ജനാധിപത്യം ദുർബലമായിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമാണ് തസ്ലീമ നസ്രീൻ എന്നുള്ള എഴുത്തുകാരിക്ക് വന്ന ദുരിതം. അവരെ ലജ്ജ എന്നുള്ള നോവലിൻ്റെ പേരിൽ അവർക്ക് വധശിക്ഷ വിധിച്ചു. ഈ വധശിക്ഷ നടപ്പാക്കാൻ കഴിയാത്ത അവർ ഇന്ത്യയിലേക്ക് പോന്നു. ഇന്ത്യ അവർക്ക് പൗരത്വം കൊടുത്തില്ല. അവർ പല നാടുകളിൽ നടക്കുകയാണ്. ഇതൊക്കെ ഇന്ത്യ വിരോധം വളർത്താൻ ഇപ്പോൾ ഹസീന എന്ന് പറയുന്ന അവരുടെ മുൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ അഭയം കൊടുത്തു എന്നാണ് ഇന്ത്യ വിരോധത്തിൻ്റെ ഒരു കാരണം. പിന്നെ തസ്ലീമ നസ്രീൻ്റെ പൗരാവകാശത്തിൻ്റെ കൂടെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇവിടുത്തെ എഴുത്തുകാർ, പത്രങ്ങൾ, ഇവിടുത്തെ പാർട്ടികളൊക്കെ. അപ്പോൾ അവിടെ നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, യുക്തിവാദികൾ, പലപ്പോഴും ചില ബ്ലോഗ് എഴുത്തുകാർ, ചില വ്ളോഗർമാർ, അവരൊക്കെ ആക്രമിക്കപ്പെടുകയില്ല, കൊല്ലപ്പെടുകയാണ്. അവർ ചീത്ത പറയുന്നു അല്ലെങ്കിൽ അടിക്കുന്നു, അങ്ങനെയല്ല. അപ്പോൾ അവിടെ കൃത്യമായ അർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എങ്ങനെയാണ് ഒരു മതത്തെയോ ദൈവത്തെയോ വിമർശിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ജനങ്ങൾ കൂടിയിട്ടാണ്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹിന്ദുവിനെ അവർ ആക്രമിക്കാൻ തുടങ്ങിയത് ഇസ്ലാമിനെ നിന്ദിച്ചു, ദൈവത്തെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ദൈവനിന്ദ നിയമം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. അതായത് 1973 അവർ അഹമ്മദികൾക്കെതിരായിട്ട് നിയമം കൊണ്ടുവന്നു. എന്താ നിയമം? അഹമ്മദികളെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചു. അവർക്ക് സ്വയം മുസ്ലിമാണെന്ന് പറയാൻ പാടില്ല.
അഹമ്മദി എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമാണ്. അവർ വിശ്വസിക്കുന്നുണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം അഹമ്മദ് എന്ന് പേരായിട്ട് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്ന്. വേറെ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവർക്ക് അവരുടെ പള്ളിയെ മസ്ജിദ് എന്ന് പറയാൻ പാടില്ല, അവരുടെ ദൈവം അള്ളാഹു എന്ന് പറയാൻ പാടില്ല, അവർക്ക് ബാങ്ക് കൊടുക്കാൻ പാടില്ല, അവർക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് ഹജ്ജിന് പോകാൻ പാടില്ല. അങ്ങനെ അനവധി കാര്യങ്ങൾ. അവരുടെ കേന്ദ്രമൊക്കെ ഇപ്പോൾ അവിടുന്ന് മാറ്റി ലണ്ടനിലാണ് അപ്പോൾ അവർ പ്രവർത്തിക്കുന്നത്. അഹമ്മദി ഖലീഫ ഉള്ളത് ലണ്ടനിലാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമൊക്കെ നടക്കുന്നത് ലണ്ടൻ കേന്ദ്രീകരിച്ചാണ്. പൗരാവകാശങ്ങളില്ല. മാത്രമല്ല 74 സിയാവുല്ലക്ക് അധികാരത്തിന് വന്നപ്പോൾ എന്തുണ്ടായി? ബ്ലാസ്ഫമിയിലോ ദൈവനിന്ദ കുറ്റമാക്കുന്ന നിയമം, ആ കുറ്റത്തിന് ശിക്ഷയായിട്ട് കൽപ്പിച്ചതെന്നറിയോ? വധശിക്ഷയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ അള്ളാഹുവിനെ നിന്ദിച്ചു, അല്ലെ പ്രവാചകനെ നിന്ദിച്ചു, അല്ലെ ഖുർആനെ അവമാനിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടി തല്ലിക്കൊല്ലും. ഇപ്പോൾ ഇന്ത്യയിൽ പശുവിറച്ചി കഴിച്ചു പറഞ്ഞാൽ തല്ലിക്കൊല്ലില്ലേ? അല്ല, നമ്മൾ വലിയ ഭേദമൊന്നുമല്ല. കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഉത്തരേന്ത്യയൊക്കെ പല ഭാഗത്തും പശുവിനെ കടത്തി, അല്ലെങ്കിൽ പശുവിനെ അടിച്ചു, അല്ലെങ്കിൽ പശുവിറച്ചി കൈവശം വെച്ചു, അല്ലെങ്കിൽ പശുവിറച്ചി കഴിച്ചു എന്ന് ഇപ്പോൾ അഖലാഖിൻ്റെ കാര്യമൊക്കെ, യു പിയിൽ അഖലാഖിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇതേമാതിരിയാണ് പാകിസ്ഥാനിലെ നിയമത്തിൻ്റെ ഒരു തമാശ. ഈ ആള്, ഈ പറഞ്ഞ ആണോ പെണ്ണോ ദൈവത്തെ നിന്നിച്ച് എന്താണ് പറഞ്ഞത് എന്ന് കോടതി ചോദിക്കില്ല. എന്താ കാരണം? അത് വീണ്ടും പറഞ്ഞാൽ അത് ദൈവനിന്ദയാവുന്ന. അപ്പോൾ തെളിവിൻ്റെ ആവശ്യമില്ല. എന്ത് പരിഹാസ്യമായ നിയമം എന്നാലോചിച്ചു. ഇയാൾ എന്താണ് പറഞ്ഞത്? മുഹമ്മദ് നബിക്കായിട്ട് എന്ത് പറഞ്ഞു, അല്ലെ ഖുർആനെതിരായിട്ട് എന്ത് പറഞ്ഞു? അത് റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ പാടില്ല, കോടതിയിൽ പറയാൻ പാടില്ല. അപ്പോൾ ഒരു തെളിവും വേണ്ട. അപ്പോൾ ഇവിടെ ഇപ്പം പശുവിനെ കടത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം. അപ്പോൾ പോലീസും കോടതിയും ഒക്കെ ആ വഴിക്കാണ്. ഇതേ തരത്തിൽ കേട്ടോ, നമ്മൾ ഒരു ഹിന്ദു പാകിസ്ഥാനായിക്കൊണ്ടിരിക്കുക. നമ്മൾ അവരെങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ മേനി നടിക്കുന്നതിന് യാതൊരു കഥയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 3 സ്ഥലത്തും, പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും മതങ്ങൾ ശക്തിപ്പെടുകയാണ്, പൗരോഹിത്യം പിടിമുറുക്കുകയാണ്. പൗരോഹിത്യം പിടിമുറുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പൗരാവകാശങ്ങൾ, മനുഷ്യൻ്റെ അന്തസ്സ്, സ്വതന്ത്ര ചിന്ത, യുക്തിബോധം എല്ലാം ഇല്ലാതെയാവും. പാവപ്പെട്ട ആളുകൾ ഇവരുടെ അടിമകളായിട്ട്, ഇവരുടെ അക്രമത്തിനും ഹിംസയ്ക്കും വിധേയരായിട്ട് മരിച്ചു വീഴും. ഇത് ഇങ്ങനെ പറയുന്നത് ആളുകളുടെ ആത്മവിശ്വാസം, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ബംഗ്ലാദേശിന് ഈ കെടുതിയിൽ നിന്ന് വളരെ വേഗം രക്ഷപ്പെടാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ മുൻകൈ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന തരത്തിൽ ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും ദേശീയതയിലേക്കും ഉണരുവാൻ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അവരെ സഹായിക്കുമാറാകട്ടെ എന്നാണ് എൻ്റെ ആശംസ.